ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കർണാടക സ്വദേശികൾക്ക് പരിക്ക്. തെന്മലയിൽ വനംവകുപ്പിന്റെയും ഇക്കോ ടൂറിസത്തിന്റെയും ഭാഗമായി ജംഗിൾ സവാരി ആരംഭിക്കുന്നു. ഇതിനായി മിനി ബസുകൾ വനംവകുപ്പ് അനുവദിച്ചു. പെറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 7-ന്. വാർത്തകൾ വിശദമായി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. കർണാടക സ്വദേശികളായ തീർത്ഥാടകർക്ക് പരിക്ക്. പത്തനാപുരം ചെമ്മാം പാലത്തിന് സമീപമാണ് കാർ അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കർണാടക ബാംഗ്ലൂരു സ്വദേശി മഞ്ജുനാഥ് പാട്ടീലും ഒപ്പമുണ്ടായിരുന്ന 4 തീർത്ഥാടകരും സാരമായ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ ഓടിക്കുന്നതിനിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. അമിത വേഗതയിലെത്തിയ വാഹനം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റും ഭാഗികമായി തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ എയ്ഡ്സ് ബോധവത്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. സെമിനാർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ എയ്ഡ്സ് സെല്ലിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാറും എയ്ഡ്സ് വിമുക്ത കേരളം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള എയ്ഡ്സ് ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. ജീവിതം ഒന്നു മാത്രം, അത് ചൂഷണം ചെയ്യാതിരിക്കൂ. നമ്മുടെ ജീവിതം സുരക്ഷിതമോ? നാം എല്ലാം സുരക്ഷിതരോ? നമ്മുടെ ജീവിതം സുരക്ഷിതമോ? സെന്റ് ജോസഫ് മിഷൻ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സന്നദ്ധ പ്രവർത്തകരും റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന സെമിനാർ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു HIV ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ HIV ബാധിച്ചു എന്ന് അറിയുമ്പോഴത്തേക്ക് ആ നാട്ടിന് ചുറ്റുവട്ടമുള്ള ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഭീതി, അതിന്റെ ആ ഭീതി അകറ്റുക എന്നുള്ളതാണ് സോഷ്യൽ ഹാം റിഡക്ഷൻ പ്രോഗ്രാം. ആ സോഷ്യൽ ഹാം റിഡക്ഷൻ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് അന്ന് നടത്തുമായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം അന്ന് ഉടലെടുത്തതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് തന്നെ വിദ്യാഭ്യാസ സമ്പന്നരായ യുവതിയും യുവാക്കളെയും നമ്മൾ കണ്ടെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് 4-5 ദിവസം പ്രോഗ്രാം കൊടുത്ത് അവരുടെ സോഷ്യൽ ഹാം റിഡക്ഷൻ പ്രോഗ്രാം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ തയ്യാറെടുത്തു. ഇങ്ങനെ ഒരുപാട് യുവാക്കള് അന്ന് നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി ജോൺ എയ്ഡ്സിനെതിരെയുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഫാദർ തോമസ് കുമ്പക്കാട്ട് കോർ എപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ എയ്ഡ്സ് ബോധവൽക്കരണ കലാപരിപാടികളും നടന്നു. നിങ്ങൾക്കറിയാമോ HIV ഇങ്ങനെ പകരുമെന്ന്? ഇല്ല, ഞങ്ങൾക്കറിയില്ല. അണുബാധയുള്ള രക്തം സ്വീകരിക്കുന്നത് മൂലം, അണുബാധയുള്ള വ്യക്തി ഉപയോഗിച്ച് സിറിഞ്ചും സൂചി ഉപയോഗിക്കുന്നത് മൂലം HIV ബാധിതരായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ജീവിതങ്ങളിലൂടെ. നിങ്ങൾക്കറിയാമോ ലോകത്തിൽ എത്ര ലക്ഷം ആൾക്കാർ HIV ബാധിതരാണെന്ന്? ഇല്ല, ഞങ്ങൾക്കറിയില്ല. ലോകത്തിൽ 30 ലക്ഷത്തിലധികം ആൾക്കാർ HIV ബാധിതരാണ്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. വിളക്കുടി സ്നേഹതീരത്തിൽ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് RV രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹതീരം അന്തേവാസികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് RV രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് HIV ബാധിതരുടെ എണ്ണം 0 എത്തിക്കുക, അല്ലെങ്കിൽ ഈ മഹാവ്യാധിയെ പിടിച്ചുകെട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ലക്ഷ്യത്തിന്റെ പ്രചരണമാണ് ഈ ദിവസം പ്രധാനമായും ഈ ദിവസം കൊണ്ട് ആചരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ HIV ബാധിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ സമുദായ എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് തീർച്ചയായും മാറ്റപ്പെടണം. അവരോടുള്ള ഐക്യദാർഢ്യമാണ് ഇന്ന് ഈ റിബൺ അണിഞ്ഞുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ആളുകൾ അവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ഫാദർ സാവി മുഖ്യപ്രഭാഷണം നടത്തി. സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ ജെറായി, R പത്മഗിരീഷ്, A സജീത്, VS വിനോദ്, സിസ്റ്റർ ലിസി, ജെയിൻ ജോൺ, ജോയിസ് ജോസ്, സ്നേഹതീരം PRO AA വാഹിദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിൽ A ഗ്രേഡ് നേടി 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുമാരി ഹെലൻ മേരി. പഴം പച്ചക്കറി സംസ്കരണം എന്ന മത്സര ഇനത്തിലാണ് ഹെലൻ മേരി മികവ് തെളിയിച്ചത്. പഴം പച്ചക്കറി സംസ്കരണം എന്ന മത്സര ഇനത്തിലൂടെയാണ് ഹെലൻ മേരി മികച്ച നേട്ടം കൈവരിച്ചത്. പോഷക സമൃദ്ധമായ 72 നാടൻ ഇനങ്ങൾ 3 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കി അവയെപ്പറ്റിയുള്ള വ്യക്തമായ വിവരണങ്ങൾ നൽകി രുചിയിലും മിടുക്കിലും മുന്നിട്ടു നിന്നാണ് ഇത്തവണയും ഹെലൻ മേരി വിജയം നേടിയത്. യാതൊരു അടുക്കള യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ, മുൻ തയ്യാറെടുപ്പുകളോ ഒന്നും കൂടാതെ മണ്ണെണ്ണ സ്റ്റൌവിന്റെ മാത്രം സഹായത്താലാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത്. തൊടിയിൽ ലഭ്യമായ നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച് 10 തരം സ്ക്വാഷുകൾ,
10 തരം ജാമുകൾ, 22 തരം അച്ചാറുകൾ, 14 തരം വൈനുകൾ, 6 തരം ഹൽവ എന്നിവ ഈ ഭക്ഷ്യ ഇനങ്ങളിൽ പെടുന്നു. ഭക്ഷ്യ സംസ്കരണ രീതികളും അവതരിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ 5 വർഷമായി ഈ ഇനത്തിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫുഡ് പ്രിസർവേഷനിലെ സ്റ്റേറ്റിലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 5 വർഷമായിട്ട് ഇതിന് പോകുന്നതാണ്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് പങ്കെടുത്ത് 4ാം സ്ഥാനം ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം 2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് എനിക്ക് നഷ്ടമായത്. ഈ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് ഫ്രൂട്ട്സ് കൊണ്ട് മാക്സിമം ഐറ്റംസ് ഉണ്ടാക്കുക. അച്ചാർ, ജാം, സ്ക്വാഷ് അങ്ങനെ വിവിധങ്ങളായ ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഞാൻ 3 മണിക്കൂറിനുള്ളിൽ 22 അച്ചാർ, 5 ജാം, 10 സ്ക്വാഷ്, 4 വൈൻ, ഫ്രൂട്ട്സ് ഇൻ ഹണി, ഷുഗർ സിറപ്പ്, ബർഫി, ഹൽവ, ഫ്രൂട്ട് ബട്ടർ തുടങ്ങി 72 ഐറ്റംസ് ആണ് 3 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയത്. നമ്മൾ ഇതൊന്നും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. എല്ലാം അവിടെ തന്നെ ചെന്ന് വേണം ചെയ്യാനായിട്ട്. നമ്മൾ റോ മെറ്റീരിയൽസ് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഫ്രൂട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട്. ജഡ്ജസ് ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതിനെല്ലാം നമ്മൾ ഉത്തരം പറയണം. അതൊക്കെ വെച്ചിട്ടാണ് വാല്യുവേഷൻ. ഞാൻ 5ാമത്തെ വർഷമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 3 തവണ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സെക്കൻഡ് പ്രൈസ് ലഭിക്കുന്നത്. നേരത്തെ 4ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സെക്കൻഡ് പ്രൈസ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ നേടിയ 4ാം സ്ഥാനത്തിനു പകരമായാണ് ഇത്തവണ 2ാം സ്ഥാനത്തോടെ ഹെലൻ മേരി എ ഗ്രേഡ് സ്വന്തമാക്കിയത്. ജില്ലാതല മത്സരത്തിൽ 3ാം സ്ഥാനം മാത്രമാണ് ഹെലന് ലഭിച്ചിരുന്നത്. തുടർന്ന് DPIക്ക് നൽകിയ അപ്പീലിലൂടെയാണ് സംസ്ഥാനമേളയിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത്. പത്തനാപുരം അകമുറ്റത്ത് വീട്ടിൽ അധ്യാപക ദമ്പതികളായ എവിൻ ജോർജിന്റെയും ലിസി മാത്യുവിന്റെയും മകളാണ് ഹെലൻ മേരി. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹപാഠികളുടെയും മികച്ച പ്രോത്സാഹനമാണ് തന്റെ വിജയത്തിനു പിന്നിലെന്ന് ഹെലൻ മേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിളക്കുടി നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് പഞ്ചഗവ്യ നവക കലാശ അഭിഷേകവും 100 പാലും സംഘടിപ്പിച്ചു. ചടങ്ങുകളിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി കുന്നിക്കോട് പാട്ടോർമണത്തിൽ ബ്രഹ്മശ്രീ കെ പുരുഷോത്തമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ. 100 കണക്കിന് ഭക്തരാണ് 100 പാലും ചടങ്ങിൽ പങ്കെടുത്തത്. തുടർന്ന് ആയില്യസദ്യയും അരങ്ങേറി. ആയില്യസദ്യയിലും നിരവധി ഭക്തർ പങ്കുകൊണ്ടു. ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ് വിളക്കുടി നാഗരാജ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി. കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ,
ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. തെന്മലയിൽ വനംവകുപ്പിന്റെയും ഇക്കോ ടൂറിസത്തിന്റെയും ഭാഗമായി ജംഗിൾ സവാരി ആരംഭിക്കും. ഇതിനായി 2 മിനി ബസുകൾ വനംവകുപ്പ് അനുവദിച്ചു. ഡിസംബർ 2 മുതൽ ബസ്സുകൾ വിനോദസഞ്ചാരികളുമായി ജംഗിൾ സഫാരി ആരംഭിക്കും. വനങ്ങൾ, പാലരുവി, എർത്തലാം തുടങ്ങിയ മേഖലകൾ കൂടിയാണ് യാത്ര. ഉൾവനങ്ങളിലൂടെ 10 കിലോമീറ്റർ ദൂരം സഞ്ചാരികളുമായി ബസ് യാത്ര ചെയ്യും. ബസ്സിൽ ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗങ്ങളായ ഡ്രൈവറും വനിതാ ഗൈഡും ഉണ്ടായിരിക്കും. 25 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ബസ്സിനുള്ളത്. ഇതുകൂടാതെ പാലരുവിൽ കുളിക്കുവാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ലഘുഭക്ഷണവും ചായയും നൽകും. മുതിർന്നവർക്ക് 400 രൂപയും വിദേശികൾക്ക് 500 രൂപയും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 250 രൂപയുമാണ് ചാർജ്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 200 രൂപയാണ് ജംഗിൾ സഫാരിയുടെ നിരക്ക്. ന്യൂസ് ബ്യൂറോ, തെന്മല. ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പായില്ല. ചിതറ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ഒക്ടോബർ 9 മുതൽ പുതിയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചിതറ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞത്. വിസ്തൃതമായ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ്. മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുകയും അനുമതി ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ജനകീയ പങ്കാളിത്തത്തോടെ പഞ്ചായത്ത് വക സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷൻ ആരംഭിക്കേണ്ടതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും വകുപ്പ് തലത്തിൽ നീങ്ങിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായതോടെ കാര്യങ്ങൾ അവതാളത്തിലായി. മതിയായ പോലീസുകാരുടെ ലഭ്യതക്കുറവാണ് പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് തടസ്സമെന്ന് സൂചനയുണ്ട്. ചടയമംഗലം കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ ഇവിടേക്ക് നിയമിക്കാനും നീക്കമുണ്ടായി. എന്നാൽ ഇത് മറ്റു പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്നായതോടെ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു. മോഷണവും ക്രിമിനൽ കേസുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുന്നല അക്ഷയ ഇ കേന്ദ്രത്തിന്റെയും പ്രിസൈസ് കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ് ഉദ്ഘാടനം ചെയ്തു. പുന്നല അക്ഷയ ഇ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ അക്ഷയ ഇ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഇതിന്റെ പ്രോഗ്രാം കുറെ നല്ലതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒട്ടനവധിയായ ജനസേവന കേന്ദ്രങ്ങൾ, ജനസേവ കേന്ദ്രങ്ങളാണ് അക്ഷയ ഇ കേന്ദ്രം. ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ ഒരു കൈത്താങ്ങായി, അവരുടെ ഒരു കൈസഹായിയായി ഈ സ്ഥാപനം പോകുന്നത്. അതോടൊപ്പമാണ് സജീവമായി ഈ ജനങ്ങളോട് പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നത്. സങ്കുചിതമായ ബോധത്തിൽ നിന്നും ഒരു മനുഷ്യനെ ഇല്ലായ്മ സങ്കുചിതമായ മതബോധത്തിൽ നിന്നും മാനവിക മതദർശനങ്ങൾ ഉയർത്തിയ ഒരു പ്രവർത്തനമാണിത്. ഇവിടെ ഈ തിമിര ശസ്ത്രക്രിയയിലൂടെ തന്റെ കാഴ്ചകൾ കാണുന്നതിന്, ലോകത്തിലെ ഒട്ടനവധിയായ കാഴ്ചകൾ കാണുന്നതിന് ഒരു അവസരമൊരുക്കുകയാണ് ഈ കേന്ദ്രം. ചടങ്ങിൽ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ മുഖ്യാതിഥിയായിരുന്നു. പുന്നല വാർഡ് മെമ്പർ അമ്പിളി രാജീവ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ഭാസ്കർ, വാർഡ് മെമ്പർമാരായ റഷീ ജമാൽ, ശശികല, ലതാ സോമരാജൻ, പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റും മണികുമാർ, BN രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ 100 കണക്കിന് ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേബിൾ ലൈനുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇതു സംബന്ധിച്ച് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. അഞ്ചൽ മെയിൻ ഹെഡ്ഡെൻഡിൽ നിന്നും അഞ്ചലിന്റെ പല ഭാഗങ്ങളിലേക്ക് വലിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. അഞ്ചൽ പഞ്ചായത്തിലെ അഴിമതിയെക്കുറിച്ച് സ്വകാര്യ പ്രാദേശിക ചാനലിൽ വാർത്ത വന്നതിലുള്ള വൈരാഗ്യമാണ് ഇതിന് കാരണമെന്ന് അഞ്ചൽ ഡിജിറ്റൽ വിഷൻ ഉടമ S ചന്ദ്രബാബു ലൈവ് വാർത്തയോട് പറഞ്ഞു. ഹെഡ്ഡെൻഡിൽ നിന്നും പോകുന്ന ഇളമ്പൽ വരെയുള്ള പടമാണ് ഇന്നലെ ഒരു ആളും കാണരുത് എന്നുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടി കട്ട് ചെയ്ത് ഫൈബറുകൾ മുറിച്ച് മാറ്റിയേക്കുന്നത്. അതുപോലെ കാട്ടാമ്പള്ളി ഭാഗത്തേക്ക് പോയേക്കുന്ന പനച്ചവള, കോട്ടുക്കൽ, കാട്ടാമ്പള്ളി പോയേക്കുന്ന ആ ലൈനും ഇതേ രീതിയിൽ കട്ട് ചെയ്ത് പീസായിട്ട് മുറിച്ച് മാറ്റിയേക്കുകയാണ്.
ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേബിൾ ലൈൻ നശിപ്പിച്ചതിനെതിരെ അഞ്ചൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ചന്ദ്രബാബു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 7-ന് നടക്കും. സംസ്ഥാനത്ത് മറ്റു ത്രിതല പഞ്ചായത്തുകളിൽ വിജയികളായവർ നേരത്തെ ചുമതലയേറ്റിരുന്നു. ഇവിടെ പഞ്ചായത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഡിസംബർ 1-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 11 മണിയോടെ നടന്ന ചടങ്ങിൽ ഏറ്റവും മുതിർന്ന അംഗമായ ഷേർലി ഗോപിനാഥിനെ വരണാധികാരി പുനലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ വിശ്വനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷേർലി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീട് വാർഡ് ക്രമത്തിൽ അംഗങ്ങൾക്ക് ഷേർലി ഗോപിനാഥെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. യഥാക്രമം കടശ്ശേരി വാർഡിൽ നിന്നും നളിനാശൻ, പുന്നല അമ്പിളി രാജീവ്, ചെമ്പനരുവി റഷീദ്, മൈക്കാമൺ ബാബുരാജ്, പെരുന്തോയിൽ രജിത്ത്, വഴങ്ങോട് ശശികല, രതീശൻ, വന്മള എസ് സുജാത, അലിമുക്ക് CR രജികുമാർ, മുക്കടവ് ജെസി തോമസ്, പിറവന്തൂർ ചിത്രജ, പാവുമ്പ സുധാ വസന്തൻ, എലിക്കാട്ടൂർ അനിൽകുമാർ, കമുകുംചേരി കൃഷ്ണകുമാരി, ചേകം നിഖിൽ, കിഴക്കേമുറി മഞ്ജുഡി നായർ, കടക്കാമൺ വനജാക്ഷി, കരിമ്പാലൂർ ചിത്രജ, കണിയാമ്പടിക്കൽ റഷീ ജാമാൾ, ചാച്ചിപ്പുന്ന ലത എന്നിവരാണ് അധികാരമേറ്റത്. എല്ലാവരും ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പിറവന്തൂർ പഞ്ചായത്തിൽ ആദ്യമായി BJPയിൽ നിന്നുള്ളവരായി കൃഷ്ണകുമാരിയും നിഖിലും എത്തി എന്ന പ്രത്യേകതയുമുണ്ട്. LDF BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനമായാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്,
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271341 2271342. ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. തമിഴ്നാട്ടിൽ തക്കാളിയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിലും വിലക്കയറ്റത്തിന് സാധ്യത. ഒരു മാസം മുൻപ് വരെ കിലോയ്ക്ക് 2 രൂപയിൽ കിടന്ന തക്കാളിക്ക് തമിഴ്നാട്ടിൽ വില 50 രൂപ കടന്നു. മഴ മൂലം പച്ചക്കറിപ്പാടങ്ങൾ വെള്ളത്തിലായതാണ് തക്കാളി വില കുതിച്ചുയരാൻ കാരണമായത്. ആഴ്ചകളോളം മഴ തോരാതെ നിന്നതിനാൽ ഏക്കർ കണക്കിന് പാടങ്ങളാണ് വെള്ളം കയറി നശിച്ചത്. നല്ലൊരു ശതമാനം വിളവും അഴുകി നശിച്ചതാണ് ഇപ്പോൾ വിലക്കയറ്റത്തിന് ഇടയാക്കിയിരിക്കുന്നത്. തക്കാളിക്കൊപ്പം പച്ചമുളകിന്റെ വിലയ്ക്കും വർധന ഉണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിലെ മാർക്കറ്റുകൾ സൂചന നൽകുന്നത്. കഴിഞ്ഞ മാസം കിലോയ്ക്ക് 10 രൂപയായിരുന്നത് 35 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലേക്ക് പച്ചക്കറി എത്തിക്കുന്ന പാവൂർ സത്രം, ആലംകുളം, തിരുനെൽവേലി എന്നീ മൊത്ത വ്യാപാര വിതരണ കേന്ദ്രങ്ങളിൽ പച്ചക്കറി ലഭിക്കാനുമില്ല. കേരളത്തിന്റെ അതിർത്തി ഗ്രാമം കൂടിയായ പാവൂർ സത്രം മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം വിൽപ്പന നടത്തിയ പച്ചക്കറികളുടെ വില കിലോഗ്രാമിന് ഇങ്ങനെയാണ്. തക്കാളി 50 രൂപ, സവാള 25 രൂപ, ചെറിയ ഉള്ളി 40 രൂപ, പച്ചമുളക് 35 രൂപ, പടവലം 38 രൂപ, വെണ്ടയ്ക്ക 31 രൂപ, കത്രിക്ക 39 രൂപ, ക്യാരറ്റ് 40 രൂപ, ബീൻസ് 88 രൂപ. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നട്ടുച്ചയ്ക്കും ലൈറ്റുകൾ മിഴി തുറന്നു. ബന്ധപ്പെട്ടവരുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുന്നു. ഉച്ചയോടടുത്തിട്ടും ലൈറ്റ് ഓഫ് ചെയ്യാൻ ജീവനക്കാർ മറന്നതാണോ അതോ ജനസേവനത്തിന്റെ തിരക്കിൽ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്നറിയില്ല. കഴിഞ്ഞ UDF ഭരണകാലത്ത് പഞ്ചായത്ത് ഓഫീസിൽ ലൈറ്റുകൾ പകൽ സമയങ്ങളിൽ ഓഫ് ചെയ്യാത്തത് ചൂണ്ടിക്കാണിച്ച LDFകാരാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. ഏതായാലും വരും ദിവസങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കർണാടക സ്വദേശികൾക്ക് പരിക്ക്. തെന്മലയിൽ വനംവകുപ്പിന്റെയും ഇക്കോ ടൂറിസത്തിന്റെയും ഭാഗമായി ജംഗിൾ സവാരി ആരംഭിക്കുന്നു. ഇതിനായി മിനി ബസുകൾ വനംവകുപ്പ് അനുവദിച്ചു. പെറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 7-ന്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.